ഇന്ന് രാവിലെ പെട്ടെന്ന് തന്നെ പോകാനുള്ള വണ്ടി വന്നു. അങ്ങനെ സൈറ്റെത്തി. എപ്പോഴും നടക്കുന്നത് പോലെ ഇന്നും നടത്തം തന്നെ. ഇന്ന് കുറച്ച് ദൂരെയാണ് വണ്ടി, അപ്പം ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. അങ്ങനെ എന്നത്തെയും പോലെ നടത്തം തുടങ്ങി. വണ്ടിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചപ്പോൾ എൻ്റെ മേത്താകെ ഓയിലായി. കമ്പനിയിലെ വേറൊരു പുതിയ ഹെൽപ്പറാണ് പോണത്. അങ്ങനെ ജോലി തുടങ്ങി. എൻ്റെ അടുത്ത് തന്നെ വേറൊരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവനൊരു പഞ്ചാബുകാരനാണ്. നാട്ടിലെ ഓർമ്മകളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാനും തുടങ്ങി ജോലി. വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് 2 ദിവസമായിട്ട്. റോഡിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഇവിടെ സ്ഥിരം വണ്ടിത്തിരക്ക് കൂടുതലുള്ള സ്ഥലമാണ്. ഈ റോഡ് യമൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡാണ്. അതുകൊണ്ട് ഡെയിലി നല്ല രീതിക്ക് വണ്ടിത്തിരക്കുണ്ട് ഈ റോഡിൽ. എപ്പോഴും ബ്ലോക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഇവിടെ ബ്ലോക്ക് സ്ഥിരമാണ്. ആ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുവരിക. അതൊരു സർദാറാണ് ആ വണ്ടി ഓടിക്കുന്നത്. ഫുഡ് വാങ്ങുകയാണ് ഹെൽപ്പർ. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. നമ്മുടെ നാട് പോലെ ഒത്തിരി വീടുകളില്ല. വിരലിൽ എണ്ണാവുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഫുള്ള് ജബലുകളാണ്, അതായത് മലകളാണ്. ഒറ്റപ്പെട്ട രീതിയിലാണ് വീടുകൾ കാണുന്നത്. ഇവിടെയാണെങ്കിൽ ആരും മിണ്ടാനും സംസാരിക്കാനോ നമ്മുടെ കൂടെ ആരുമില്ല. എപ്പോഴും ഒരു ഏകാന്തതയാണ്. വണ്ടിയിലിരുന്നാലും പുറത്തിറങ്ങിയാലും റൂമിലും. പണിയെടുത്ത് പുകഞ്ഞ മുഖമാണ്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ജോലി നിർത്താൻ സമയമായി. അങ്ങനെ 5:30 ഇനിയിപ്പോൾ ജോലി നിർത്തണം. അങ്ങനെ അവനും വണ്ടി ഒതുക്കി, ഞാനും നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡോറെല്ലാം ലോക്ക് ചെയ്തു. ഇനി വണ്ടിക്കായി വെയിറ്റ് ചെയ്യണം. വണ്ടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സർദാർ ഡ്രൈവർ. ഇദ്ദേഹം ഈ ഒമാനിൽ തന്നെ 35 വർഷമായി. നമ്മുടെ സ്ഥിരം സ്പോട്ടെത്തി, റൂം. ഇനിതാ റൂമിലേക്ക് പോകണം. ആ തൊട്ട് കാണുന്നതാണ് എൻ്റെ റൂം.